പ്രൈസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനങ്ങളെ ചൊല്ലുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിക്ക് നല്ല കൃപകൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് പേജിൽ കൂടിയും പ്രാർത്ഥനാധ്വനി യൂട്യൂബ് ചാനലിൽ കൂടിയും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ ചൊല്ലുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാധ്വനി എന്ന പ്രവർത്തനത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ ദേവദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, മറ്റുള്ള എല്ലാ ഒഫീഷ്യൽസിനും ഈ തരണത്തെ നന്ദിയോടെ അവരെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിലെ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതനായ ദേവദാസൻ പാസ്റ്റർ സാം തോമസ് അവറുകളെയും മറ്റുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും ഈ തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനാധ്വനി സന്ദേശങ്ങളുടെ പ്രധാന ടൈറ്റിലായിട്ട് സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അഥവാ ദൈവത്തിലുള്ള ആശ്രയം എന്ന വിഷയത്തെ പറ്റിയാണ്. ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിലുള്ള ആശ്രയം. ട്രസ്റ്റ് അഥവാ ആശ്രയം. ഈ ആശ്രയം എന്നുള്ള വാക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പലതിനെയും അല്ലെങ്കിൽ നാം പലരിലും ആശ്രയിക്കുന്ന വ്യക്തികളാണ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയം മുതൽ അതിൻ്റെ മരണസമയം വരെയും പലരിലും അവർ ആശ്രയിക്കാറുണ്ട്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളിൽ, പ്രത്യേകിച്ച് മാതാവിൽ ആ കുഞ്ഞ് പൂർണ്ണമായി ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ഒരു പൂർണ്ണ വളർച്ച പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. തുടർന്നുള്ള കാലങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ആ കുഞ്ഞിൻ്റെ സ്കൂൾ പഠന കാലയളവിൽ തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ അധ്യാപകരിൽ, തൻ്റെ ടീച്ചേഴ്സിൽ ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയാണ്, ആശ്രയിക്കുക. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് നല്ല ഒരു പഠന നിലവാരം കാഴ്ചവെക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയിൽ തങ്ങളുടെ ഓണേഴ്സിനോട് അവർ ട്രസ്റ്റായിരിക്കുന്നു, അവരിൽ ആശ്രയം വെക്കുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല സാലറികളൊക്കെ ലഭിക്കുകയുള്ളൂ, ജീവിത നിലവാരം മെച്ചപ്പെടുകയുള്ളൂ. തുടർന്ന് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ പരസ്പര സമ്മതത്തോടുകൂടി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് ആയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കൈവരിക്കുവാൻ രണ്ടുപേർക്കും കഴിയുകയുള്ളൂ. എന്നാൽ അവർക്ക് തലമുറകളായി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് പോലെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർക്ക് പ്രായാധിക്യത്താലോ അല്ലെങ്കിൽ മറ്റെന്തിനാലും പല രോഗങ്ങളാൽ ഇവർക്ക് പിടിപെടുമ്പോൾ ഡോക്ടേഴ്സിനെ വരെ ട്രസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൗഖ്യം ലഭിക്കത്തുള്ളൂ. അത് ലോകത്തിൻ്റെ ഒരു തത്വമാണ് അങ്ങനെ. എന്നാൽ അവർക്ക് പ്രായം ചെന്ന് നടക്കുവാനൊന്നും കഴിയാത്തൊരു മേഖല വരുമ്പോഴേക്കും അവർ പൂർണ്ണമായി തങ്ങളുടെ തലമുറകളിൽ, തങ്ങളുടെ മക്കളിൽ ഇവരാശ്രയിക്കുക. എന്നാൽ ഈ ലോകത്തിലുള്ള ആശ്രയങ്ങൾക്കെല്ലാം പരിധിയുണ്ട്, പരിമിതികളുണ്ട്. നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾക്കെല്ലാം, നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആശ്രയം വെക്കുന്ന വ്യക്തികൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണം കൊണ്ട് ഈ ആശ്രയങ്ങളെല്ലാം കഴിയുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരാശ്രയം എന്നുള്ളൊരു വേർഡ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ഈ ദൈവത്തിലുള്ള ആശ്രയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരാശ്രയമാണ് ദൈവത്തിലുള്ള ആശ്രയം. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. നോക്കുക, ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തത്വം എടുക്കുകയാണെങ്കിൽ നാം അധിവസിക്കുന്ന രാജ്യത്തിന് നാം ആശ്രയിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ രാജ്യത്തിലൊരു പൗരനായിട്ട് നമുക്ക് തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഒരു രാജാവിന് യുദ്ധം ജയിക്കണമെങ്കിൽ കുതിര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുതിരയിൽ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ, രഥങ്ങളിൽ ആശ്രയിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം ആശ്രയത്തിൻ്റെ നടുവിലും ദൈവഭക്തൻ ഉറച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവെങ്കിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. എന്താ അങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാരണം? ഈ ലോകത്തിലെ ആശ്രയങ്ങൾക്കെല്ലാം പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിലുള്ള ആശ്രയത്തിന് പരിധിയില്ല, പരിമിതികളില്ല.
അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ മറ്റൊരു വാക്യം പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായമോ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവെങ്കിൽ നിന്ന് വരുന്നു. നോക്കുക, ആശ്രയിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിന്മേൽ പരിമിതിയില്ലാതെ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മാത്രം. അപ്പോൾ ഇന്ന് രാത്രി തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്നുള്ള ആ ഒരൊറ്റ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു കുടുംബത്തെയാണ് ഇന്ന് രാത്രിയിൽ ഈ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി നിങ്ങളുമായി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു കുടുംബമാണ്. നമ്മൾ നിരവധി തവണ ആ വേദഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഒത്തിരി സന്ദേശങ്ങൾ അതിൽ കൂടി നാം കേട്ടിട്ടുമുണ്ടാകും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിലുള്ള ഒരു ആശ്രയം ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാറ്റിമറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ഏവരുടെയും ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിക്കുന്നവർക്ക് നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ, രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ഒരിക്കൽ കൂടി ഞാനത് വായിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണുന്നു, മേ ദ ലോർഡ് റിവാർഡ് യുവർ വർക്ക് ആൻഡ് യുവർ വേജസ് ബി ഫുൾ ഫ്രം ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ അണ്ടർ ഹൂസ് വിങ്സ് യു ഹാവ് കം ടു സീക്ക് റെഫ്യൂജ്. ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗങ്ങൾ നമുക്ക് നന്നായി അറിയാവുന്ന വേദഭാഗങ്ങളാണ്. നമുക്കറിയാം, രൂത്ത് എന്ന പുസ്തകം ബൈബിളിൽ സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളാണുള്ളത്. രൂത്തിൻ്റെ പുസ്തകവും അതോടൊപ്പം തന്നെ എസ്തേറിൻ്റെ പുസ്തകവും. ഈ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല, എങ്കിലും വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് ശമൂവേൽ പ്രവാചകനാണ് ഇത് എഴുതിയതെന്നാണ് മിക്ക പേരും കരുതുന്നത്. ഈ രൂത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ രൂത്ത് ദാവീദിൻ്റെ ഒരു വല്യമ്മയായിട്ട് വരും, നമുക്കതറിയാം. ദി ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് ഡേവിഡ്. യേശു കർത്താവിൻ്റെ വംശാവലി അല്ലെങ്കിൽ ആ വംശപാരമ്പര്യത്തിൽ ഇടം പിടിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഈ രൂത്ത് എന്ന് പറയുന്നത്. ഈ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുമ്പോൾ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ ഒരു സമയമെന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. എന്താണ് അങ്ങനെ തുടങ്ങുവാനുള്ളൊരു കാരണം? ഈ ഇസ്രായേൽ ജനത്തെ തൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുകയും തുടർന്ന് അവർക്ക് ന്യായപാലനം ചെയ്യുകയും ചെയ്തവരായിരുന്നു ഈ ന്യായാധിപന്മാർ അഥവാ ജഡ്ജസ്. ഈ യോശുവയ്ക്ക് ശേഷം ഏകദേശം 350 വർഷം ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു. യോശുവയ്ക്ക് ശേഷമുള്ള 350 വർഷക്കാലം, ഏകദേശം 350 വർഷമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. പിന്നീടാണ് രാജഭരണങ്ങളൊക്കെ കടന്നു വരുന്നത്. എന്നാൽ ഈ 350 വർഷവും ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന സമയത്താണ് ഇസ്രായേലിലെ ഒരു കുടുംബത്തെക്കുറിച്ച് നാം ഇവിടെ വായിച്ചിട്ട്, യഹൂദയിലെ ബേത്ലഹേമിനായ ഒരു വ്യക്തിയുടെ കുടുംബത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ അങ്ങനെ വായിക്കുന്നു, 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് ഒരിക്കൽ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ വലിയൊരു ക്ഷാമമുണ്ടായെന്നും പറഞ്ഞാണ് രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ. പക്ഷേ ആ ക്ഷാമമുണ്ടായ സമയത്ത് ഒരു കുടുംബം ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. 4 പേര് ഒന്നിച്ചൊരു തീരുമാനമെടുക്കുക. നമുക്കവിടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എലീമലേക്ക്, തൻ്റെ ഭർത്താവിൻ്റെ പേര് എലീമലേക്ക്, ആ കുടുംബത്തിലെ ഗൃഹനാഥൻ്റെ പേര് എലീമലേക്ക്, തൻ്റെ ഭാര്യയായ നവോമി, 2 ആൺമക്കൾ മഹ്ലോനും കില്യോനും. അപ്പോൾ ഇവർ 4 പേരൂടെ ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു ക്ഷാമം ഇപ്പോൾ അനുഭവിക്കുക. എന്നാൽ ആ ക്ഷാമത്തിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ക്ഷാമത്തിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു റീജിയനിലേക്ക് നമ്മൾ തുടർന്നെങ്കിൽ മാത്രമേ
നമുക്ക് ജീവിതം മുൻപോട്ട് നയിക്കാൻ കഴിയുകയുള്ളെന്ന് 4 പേരും ഉറച്ച തീരുമാനമെടുത്ത് ഈ 4 പേരും യഹൂദാ ദേശം വിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനം പാർക്കുന്ന ഈ യഹൂദാ ദേശം വിട്ട്, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന പശ്ചാത്തലം വിട്ട് ഈ 4 പേരും കൂടെ മറ്റൊരു രാജ്യത്തേക്ക് പോകുക, മറ്റൊരു ദേശത്തേക്ക് പോവുക. പക്ഷെ നമുക്ക് ചോദിക്കാം, അവരങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം ദേശം ഇപ്പോൾ ക്ഷാമം അനുഭവിക്കുക. ഒരുപക്ഷെ ഈ എലിമലേക്കും തൻ്റെ ഭാര്യയും ആ കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ അവർക്ക് വലിയ പ്രായമൊന്നും ആ സമയത്ത് കാണുന്നില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവർ ഒരുപക്ഷെ ഭക്ഷണത്തിനായിട്ട് കരയുന്നുണ്ടായിരിക്കാം, അവർ വിശപ്പ് കൊണ്ട് ഒരുപക്ഷെ നിലവിളിക്കുകയായിരിക്കാം. ഈ മാതാപിതാക്കൾക്ക് ഇത് കണ്ടു നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ അവർ എടുത്ത തീരുമാനത്തിൽ തെറ്റില്ല. പക്ഷെ അവർ പോയ സ്ഥലം അത് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പൂർണ്ണമായി മാറിയ ഒരു ദേശത്തേക്ക്, എന്ന് പറഞ്ഞാൽ അന്യവിഗ്രഹങ്ങളെ സേവിക്കുന്ന, അന്യദേവന്മാരെ പൂജിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ മൂവ് ചെയ്യുകയാണ്. ആ ദേശമാണ് മോവാബ് എന്ന് പറയുന്നൊരു ദേശം. അപ്പോൾ ഈ മോവാബ് എന്ന് പറയുന്ന ദേശത്തിലേക്ക് ഇവർ ചുവടുകളെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം മാറി. ദൈവം ഇതുവരെ നടത്തിയ എല്ലാ വഴികളെയും മറന്നുകൊണ്ട് ഈ കുടുംബം ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. അവിടെയാണ് ഒരു തെറ്റ് പറ്റുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളെ വിട്ടോടുവാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ദൈവം നടത്തിയ വഴികളെയും ദൈവം ഇതുവരെ കരുതിയ വിധങ്ങളെയും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്തി ഓർക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ അവർ പറയും, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ കർത്താവ് ഈ പ്രതികൂലത്തിൻ്റെ വേളകളിൽ ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കുന്നത്. നോക്കുക, ആ ഒരു യഹൂദ ദേശം വിട്ട് ദൈവത്തെ ആരാധിക്കുന്ന പശ്ചാത്തലം വിട്ട് ഈ കുടുംബം ഇപ്പോൾ മോവാബ് എന്ന് പറയുന്ന അന്യവിഗ്രഹന്മാരെ സേവിക്കുന്ന, ദൈവവുമായി യാതൊരു സത്യദൈവമായ യഹോവയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദേശത്തേക്ക് അവരവരുടെ ചുവടുകളെ വെക്കുകയാണ്. പക്ഷേ ആ ചുവടുകളെ വെക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം ദൈവം സൈലൻ്റായിട്ടിരിക്കുക. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷേ ഈ ദൈവം സൈലൻ്റായിട്ടിരിക്കുമ്പോഴും ദൈവം ഇതൊന്നും കാണാതിരിക്കുകയാണോ? നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു പ്രവൃത്തിയല്ല നമ്മൾ അവിടെ കാണുന്നത്. പലപ്പോഴും നാം ദൈവസാന്നിധ്യം വിട്ട് ഓടി അകലുമ്പോഴും, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ഓടി അകലുമ്പോഴും പലപ്പോഴും ദൈവം നമ്മളെ കൈവിടാത്തതിൻ്റെ പിറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഭയങ്കര പദ്ധതികളുണ്ട്. നാം ചിന്തിക്കുന്നത് പോലെയല്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് 100 ചോദ്യങ്ങൾ ചോദിച്ച് ദൈവാശ്രയത്തിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലുവാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവത്തിൽ യഥാർത്ഥമായിട്ട് ആശ്രയിക്കുന്ന ഒരു ദൈവവൈതനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നോക്കുക, ഈ കുടുംബം ദൈവസാന്നിധ്യം വിട്ട്, ദൈവകൃപകൾ വിട്ട് അവരോടി മറ്റൊരു ദേശത്തിപ്പോൾ പോയി പാർക്കുകയാണ്. പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം വിട്ടവർ പോകുമ്പോൾ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങളും, ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമായി അവർ ഉൾക്കൊള്ളപ്പോൾ ദൈവം ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിടുതലും കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിലുള്ള ആശ്രയം ഈ കുടുംബം വിട്ടുമാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അഥവാ ദൈവ ആശ്രയത്തെങ്കിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിടുതലും ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടകന്നു പോയപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, ഇറ്റ്സ് ബിക്കം എ വീപ്പിംഗ് ടൈം. ഇറ്റ്സ് ബിക്കം എ വീപ്പിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം വിട്ട് ഓടി അകന്നപ്പോൾ ഒന്നാമതായി സംഭവിച്ചത് ഇത് കരച്ചിലിൻ്റെ സമയങ്ങളായി മാറി. അഥവാ ഇറ്റ് ബിക്കം എ വീപ്പിംഗ് ഡേയ്സ്, കരച്ചിലിൻ്റെ ദിവസങ്ങളായി പിന്നീടുള്ള നാളുകൾ മാറുകയാണ്. നമുക്കറിയാം, ഈ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്നാമതേ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അധികം താമസിക്കാതെ തന്നെ എലീമേലേക്ക് മരണപ്പെടുകയാണ്. ഈ കുടുംബത്തിലെ 4 പേരിൽ ഒരാൾ മരണപ്പെടുകയാണ്. ഭീതിജനകമായ ഭയങ്കര വേദന നിറഞ്ഞൊരു കാലഘട്ടം. ഒരുപക്ഷെ നവോമി ഇങ്ങനെ ചിന്തിച്ചു കാണും, ഞങ്ങളിപ്പോൾ ഇസ്രായേൽ ദേശത്തായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാർച്ചക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരും അല്ലെങ്കിൽ ദൈവത്തെ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങളോടിപ്പോൾ ചേർന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ മോവാബ് ദേശത്ത് ഇപ്പോൾ ഞങ്ങളായിരിക്കുക.
മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആരുമില്ല. അങ്ങനെ ഒരു പ്രത്യേക പശ്ചാത്തലം കടന്നു വരിക. എലീമേലെക്കിൻ്റെ മരണം ആ കുടുംബത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലച്ചു. എന്നാൽ പിന്നീട് നാം കാണുന്നു ആ രണ്ടാൺമക്കൾ മഹ്ലോനും കില്യോനും. എന്നാൽ അവർക്കും ആ പിതാവിൻ്റെ മരണം വന്നപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കാമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാം, അതാ നല്ലത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ മഹ്ലോനും കില്യോനും ആ ദേശത്തിലെ 2 സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. 2 മോവാബി സ്ത്രീകളെ. ഒരുത്തിയുടെ പേര് രൂത്ത്, ഒരുത്തിയുടെ പേര് ഓർപ്പ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പിന്നീട് വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, അവർ 10 സംവത്സരം അവിടെ പാർത്തെന്നാണ് വായിക്കുന്നത്. 10 സംവത്സരം. നോക്കുക, ഈ കാലയളവ് അത്രയും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവം അവരെ കൈവിടുന്നില്ല. ആദ്യം എലീമേലെക്ക് മരിച്ചെങ്കിലും അവർ പിന്നീട് മടങ്ങി വരുന്നില്ല എങ്കിൽ പോലും ഈ കുടുംബത്തോട് ദൈവത്തിൻ്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു. അതല്ലേ നാം പിന്നീടും കാണുന്നത്. 10 വർഷക്കാലം അവിടെ പാർത്തു. പക്ഷേ ഈ 10 വർഷക്കാലവും ദൈവം സൈലൻ്റായിട്ടിരിക്കുക. പക്ഷേ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് തിരിച്ചു വരാം. പക്ഷെ ദൈവം ആ സമയത്തും മൗനമായിട്ടിരിക്കുക. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ദൈവ സാന്നിധ്യം വിട്ട് അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം വിട്ട് നാം ഓടി അകലുമ്പോഴും ചില നാളുകൾ ദൈവം സൈലൻ്റായിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ദൈവം ഇതെല്ലാം കാണുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഇതൊന്നും അറിയുന്നില്ല. എനിക്ക് വേണേൽ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിലുള്ള ആശ്രയം ഒന്നുമില്ലാതെ എനിക്ക് ജീവിക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് നാം ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുതന്നെയാണ് പിന്നീട് നാം കാണുന്നത്. ഈ 10 സംവത്സരം കഴിയുമ്പോൾ അധികം നാൾ ആ ജീവിതത്തിലെ സുഖങ്ങളോ അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങളോ ഒന്നും ആ കുടുംബത്തിൽ പിന്നീട് നാം കാണുന്നില്ല. ഈ 2 ആൺമക്കളും മരിച്ചു വീഴുന്ന ഒരു ഭാഗമാണ് പിന്നീട് നാം കാണുന്നത്. മഹ്ലോൻ മരിക്കുന്നു, കില്യോനും മരിക്കുന്നു. ഇപ്പോൾ 3 സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്നു. വീണ്ടും കണ്ണുനീരിൻ്റെ ദിനങ്ങൾ, വീണ്ടും കണ്ണുനീരിൻ്റെ അല്ലെങ്കിൽ കണ്ണുനീരൊഴിയാത്ത ദിനങ്ങളായി തുടർന്നുള്ള ദിവസങ്ങൾ മാറുകയാണ്. എന്ന് പരസ്പരം നോക്കിയിരുന്ന് എന്തുകൊണ്ടിത് സംഭവിച്ചു? ആദ്യം എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എൻ്റെ 2 തലമുറകൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുടെ അവരുടെ ഭർത്താക്കന്മാരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമായി പോയല്ലോ എന്നോർത്ത് അവർ 3 പേരും കരയുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം ഓടി അകലുമ്പോൾ കുറേ നാളത്തേക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക അനുഭവമായി, അല്ലെങ്കിൽ ഇതായിരുന്നല്ലോ നല്ലതെന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. പക്ഷെ ഓർക്കുക, ദൈവത്തെ മറക്കുന്നവരെ ദൈവം മറക്കും. പക്ഷെ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവവും നമ്മോട് അടുത്ത് വരും. ഈ ദൈവത്തിലുള്ള ആശ്രയത്തിൽ പൂർണ്ണമായിട്ടൊരു വ്യക്തി, ദൈവത്തിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ആര് മറന്നാലും, ലോകം മറന്നാലും ദൈവം അവനെ ഒരു നാളും മറക്കുകയില്ല. നോക്കുക, പിന്നീട് അങ്ങോട്ട് മുഴുവൻ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഈ 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പിന്നീട് ഈ 2 മരുമക്കളും രൂത്തും ഓർപ്പയും അവരമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് അവർ കരയുന്ന ഒരു അനുഭവങ്ങൾ കാണാം. പക്ഷേ ഈ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഇവർ അവരുടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ, ദേശം മൊത്തം ഇളകുമ്പോൾ അവർ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ മടങ്ങി വരുന്ന സമയത്ത് ദേശം മൊത്തം ഇളകിക്കഴിയുമ്പോൾ ദേശക്കാരെല്ലാം ഈ നവോമിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഇപ്രകാരമാണ്: നീ നിറഞ്ഞവളായിട്ട് പോയതാ, പക്ഷെ ഒഴിഞ്ഞവളായിട്ട് ഇപ്പം വന്നിരിക്കുക. അതിന് മറുപടി എന്നോണം നവോമി പറയുന്നൊരു കാര്യമുണ്ട്: സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? നോക്കുക, സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ. ആ സ്ത്രീക്ക് മനസ്സിലായി, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ഞാൻ ഓടിയപ്പോൾ സർവശക്തൻ എന്നെ ഇപ്പോൾ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോടായി പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ഒരിക്കലും നാം ഓടി അകലരുത്. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവനെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഈ തിരുവചനം നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാം. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ബട്ട് ഐ നോ വൺ തിങ്, എനിക്കൊരു നല്ല ഒരു
രക്ഷകൻ എൻ്റെ കൂടെയുണ്ട്. എന്നാലും എങ്കിലും യഹോവയോ എന്നെ ചേർത്തുകൊള്ളും. അപ്പൻ്റെ ആശ്രയമില്ല, അമ്മയുടെ ആശ്രയമില്ല, സഹോദരങ്ങളുടെ ആരും ആശ്രയം ദാവീദിനില്ല. പക്ഷേ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ചേർക്കുന്ന, എന്നെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് ആ ദൈവത്തെങ്കിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചപ്പോൾ അവനെ നിന്ദിച്ചവരുടെ നടുവിൽ, ദാവീദിനെ പഴിച്ചവരുടെ നടുവിൽ ദൈവം അവനൊരു അത്ഭുത വിഷയമാക്കി ദൈവം ദാവീദിനെ മാറ്റിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഞാൻ വേഗത്തിൽ പറയുകയാണ്. രണ്ടാമതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, വർക്കിംഗ് ടൈം. വർക്കിംഗ് ടൈം ആദ്യം ഞാൻ പറഞ്ഞു ഇറ്റ് ബിക്കേം എ വീപ്പിംഗ് ടൈം. പക്ഷേ രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് ഇറ്റ് ബിക്കേം എ വർക്കിംഗ് ടൈം. നോക്കുക, ഈ ഓർപ്പ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് അവൾ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അമ്മായിമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ പോരേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു ശാപം നിറഞ്ഞൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളും എന്നെപ്പോലെ ഒരു ശാപത്തിലേക്ക് നിങ്ങളും മാറണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തിലേക്ക് നിങ്ങൾ പൊക്കോ. നിങ്ങൾക്കിനിയും വേണമെങ്കിൽ വിവാഹങ്ങളൊക്കെ കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കാം. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓർപ്പ അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് അവൾ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് രൂത്ത് എന്ന് പറയുന്നൊരു സ്ത്രീയെ കാണാം. ആ രൂത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. അവൾ പറയുന്നത് ഇപ്രകാരമാണ്, അവൾ തൻ്റെ അമ്മായിമ്മയോട് പറ്റി നിന്നു. എന്നിട്ട് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താലല്ലാതെ നമ്മളെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. നോക്കുക, ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ് മറക്കരുത്, വർക്കിംഗ് ടൈം. ഇറ്റ് ബിക്കേം എ വർക്കിംഗ് ടൈം. അപ്പോൾ ഈ അമ്മായിമ്മ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് മനസ്സിലായി, ഇവൾ എന്നെ വിട്ടു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ അവർ രണ്ടുപേരും ഈ ബേത്ലഹേമിലേക്ക്, അവരുടെ സ്വന്തം ദേശത്തിലേക്ക്, യഹൂദാ ദേശത്തിലേക്ക് അവർ മടങ്ങി വരികയാണ്. പക്ഷേ ഈ ദേശത്തിലേക്ക് ഇവർ മടങ്ങി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനമെല്ലാം ഇളകി. അവരെല്ലാം ഒരുപക്ഷെ ന്യായാധിപ സംഘത്തെ വിളിച്ചു കാണും. നേരത്തെ നമ്മുടെ ദേശത്തുനിന്നും പോയ അവരിപ്പോൾ ഭയങ്കര അനുഭവത്തോടു കൂടി അവർ ഭയങ്കര നിറഞ്ഞവരായിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. എലീമലേക്ക് മരിച്ചു, മഹ്ലോൻ മരിച്ചു, കില്യോൻ മരിച്ചു. പകരം ഇപ്പോൾ ഒരു അന്യജാതി സ്ത്രീയുമായിട്ടിപ്പോൾ മടങ്ങി വന്നിരിക്കുക. ആ അവസ്ഥ നമുക്ക് പറഞ്ഞുവിടാൻ ഭയങ്കര എളുപ്പമാണ്. അവരവരുടെ ദേശത്തിനോട് അടുക്കുമ്പോൾ, അവരുടെ വീടിനോട് അടുക്കുമ്പോൾ ജനമെല്ലാം പുറകിൽ നിന്ന് ആർത്ത് വിളിക്കുക, മാറാ മാറാ മാറാ. കയ്പ് നിറഞ്ഞ അനുഭവമുള്ളവർ, കയ്പ് നിറഞ്ഞ അനുഭവമുള്ളവർ. അവരെ ഒരുപക്ഷെ ജനമെല്ലാം ഇളകി, ആ ദേശത്തിലെ ജനമെല്ലാം ഇളകി അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദേശത്ത് നമ്മൾ എങ്ങനെ ഇനി ജീവിക്കും. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ നടുവിലാണ് ഈ രൂത്ത് എന്ന് പറയുന്നൊരു സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ വയലിലേക്ക് ഞാൻ പോകാം. പക്ഷെ അതിനു മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് അവൾ പറയാനുള്ള കാരണം എന്തായിരിക്കാം? ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരുപക്ഷെ അവൾ മോവാബിൽ ആ കുടുംബം താമസിച്ച കാലയളവിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നവോമി ഒരുപക്ഷെ ഈ മരുമക്കളോട് പറഞ്ഞു കാണും, ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു, പക്ഷെ ആ ക്ഷാമത്തിൻ്റെ നടുവിലും ദൈവം ഞങ്ങളെ സന്ദർശിച്ച് വീണ്ടും ഞങ്ങൾക്ക് അഭിവൃദ്ധി തന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ ഈ അമ്മായിയമ്മ നവോമി രൂത്തിനോടും ഓർപ്പയോടുമൊക്കെ ഷെയർ ചെയ്ത് കാണും. പക്ഷെ അന്നു മുതൽ അവൾ ഉള്ളിൽ എടുക്കുന്നൊരു തീരുമാനമുണ്ടായിരിക്കാം, ഞങ്ങൾക്ക് ആരുമില്ലെങ്കിലും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നുള്ള ആ ഒരു വാക്കുകൾ ഒരുപക്ഷെ ഈ രൂത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ
വല്ലാതെ ദൈവത്തിലുള്ള ഒരു ആശ്രയം, ദൈവത്തിലുള്ള ഒരു വിശ്വാസം അവൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി കാണാം. അങ്ങനെ ഉണ്ടായത് നിമിത്തമായിട്ടായിരിക്കാം അവൾ അമ്മായിമ്മയോട് പറഞ്ഞത്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, മരണത്താലല്ലാതെ നമ്മളെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഒരുപക്ഷെ അവൾ അങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. പക്ഷെ ആ ഒരു തീരുമാനമെടുത്ത് അവൾ ഇതുവരെ ആ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ ഒരു സ്വരം അവൾ കേട്ടിട്ടില്ല. പക്ഷെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു തോന്നൽ തോന്നുക, ഇസ്രായേലിൽ ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രമാത്രം പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ കടന്നു വന്നെങ്കിലും വലിയൊരു നാശനഷ്ടത്തിൻ്റെ കണക്കാ, വലിയൊരു മരണത്തിൻ്റെ കണക്കാ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാനങ്ങ് വിശ്വസിക്കുക, ഞാൻ ആഴമായി അങ്ങ് വിശ്വസിക്കുക, ഞാൻ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് നടന്ന് അവയെ ആരാധിക്കുകയും ചെയ്തൊരു സ്ത്രീയാണ്. പക്ഷേ ഇസ്രായേലിൽ ജീവിക്കുന്നൊരു യഹോവ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു അകത്തുള്ളൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം ദേശത്തിലേക്ക്, നവോമിയുടെ സ്വന്തം ദേശത്തിലേക്ക് അവളുടെ കൂടെ പോരുവാൻ ഈ രൂത്തും തയ്യാറാകുക. അങ്ങനെ തയ്യാറായി നിന്നപ്പോഴാണ് പറയുന്നത്, നമുക്ക് ജീവിക്കണം, നാളെ മുതൽ നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ, പക്ഷെ ഞാൻ അതിനുവേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ അവൾ വയലുകൾ അന്വേഷിച്ച് പോകുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്കെല്ലാം ആ ഭാഗങ്ങൾ അറിയാവുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുക. എന്നാൽ അവൾ വയൽ അന്വേഷിച്ച് പോകുമ്പോഴേക്കും ഒരു വയലിൽ അവൾ അവിടെ എത്തുകയാണ്. പക്ഷേ ആ വയലിൽ അവൾ അവിടെ എത്തുമ്പോൾ അവൾ അവിടെ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞു വിടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഒരു കുടുംബം അകന്നു പോയപ്പോൾ, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു സ്ത്രീയും ജീവിതം നിലനിർത്തേണ്ടതിന് വേണ്ടി, അവർക്ക് കഴിക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഇറ്റ്സ് ബിക്കേം എ വർക്കിംഗ് ടൈം. നവോമിക്ക് ഇപ്പോൾ വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുക. പക്ഷെ മറ്റ് ദേശക്കാർക്ക് ആർക്കും അറിയാത്ത ഈ വിജാതിയായ ഈ സ്ത്രീ, അല്ലെ അന്യജാതിക്കാരിയായ ഈ സ്ത്രീ ഒരു വയലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വർക്ക് ചെയ്യുക. നോക്കുക, ആ രണ്ടാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവൾ ഒരു വയലിലെത്തി. ആ വയലിലെത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് എന്താ? അവൾ കൊയ്ത്തുകാരുടെ ഏറ്റവും പിന്നിലാണ് അവൾ നിൽക്കുന്നത്. ഏറ്റവും പിന്നിൽ നിൽക്കുക. നോക്കി, വർക്കിംഗ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ഏറ്റവും പുറകിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കണമെങ്കിൽ ഏറ്റവും പിറകിൽ നിൽക്കണം. അതുമാത്രമല്ല, വീട്ടിൽ അല്പസമയം മാത്രമേ പാർക്കുവാനും കഴിയുകയുള്ളൂ. ബാക്കി എല്ലാ സമയവും വയലിൽ അധ്വാനിക്കേണ്ടി വരികയാണ്. നോക്കുക, ദൈവസാന്നിധ്യം വിട്ട് ഒരു കുടുംബം ഓടി അകലുമ്പോൾ അവരിപ്പോൾ ജീവിതം നിലനിർത്തേണ്ടതിന് വേണ്ടി ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. എല്ലാവരും ധാന്യമണികൾ, വയലിൽ നിന്ന് ധാന്യമണികൾ പെറുക്കി കഴിഞ്ഞതിന് ശേഷമേ ഇവർക്കും പെറുക്കുവാൻ കഴിയുള്ളൂ. ഏറ്റവും പുറകിൽ ഈ വയലിൽ പെറുക്കുവാൻ വരുന്ന മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ അവരെല്ലാം പെറുക്കി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഏറ്റവും പുറകിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കൈകളൊക്കെ കൂപ്പി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. എന്നാൽ ആരോടും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ എനിക്ക് മുമ്പിൽ പോകണമെന്ന ഒരുപക്ഷെ അവളുടെ ഉള്ളിൽ ആഗ്രഹം കാണും. പക്ഷേ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു രൂത്തിനെയല്ലേ നാം അവിടെ കാണുന്നത്. പക്ഷേ പിന്നീട് നാം കഴിയുമ്പോഴേക്കും അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. 2-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, അവൾ വൈകുന്നേരം വരെ പെറുക്കിയെന്ന് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരം വരെ പെറുക്കിയെങ്കിൽ മാത്രമേ അവൾക്ക് ഒരു പറ യവം ലഭിക്കുകയുള്ളൂ. ആ അമ്മായിമ്മയ്ക്കും അവൾക്കും ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുമോളം അവർ ജീവിക്കുവാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് പിന്നീട് നാം കാണുന്നത് 23-ാമത്തെ വാക്യത്തിൽ, യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുന്നത് വരെ ആ വയലിൽ വർക്ക് ചെയ്തേണ്ടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവസാന്നിധ്യം വിട്ടോടിയകന്നപ്പോൾ ഇറ്റ് ബിക്കേം എ വർക്കിംഗ് ടൈം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനോട് ചേർന്ന് നിന്നപ്പോൾ അനുഗ്രഹീതമായ ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ ദൈവസാന്നിധ്യം വിട്ടോടിയകന്നപ്പോൾ സംഭവിച്ചത്, ഇതുവരെ ചെയ്യാത്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ നിന്ദകൾ കേട്ടുകൊണ്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായി രൂത്തിനെ അവിടെ മാറുക. അമ്മായിമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ
വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മൾ വർക്ക് ചെയ്യാതെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല, അത് വാസ്തവം തന്നെ. പക്ഷേ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവളുടെ വർക്കിംഗ് ടൈം മാറുകയാണ്. എന്നെ കേൾക്കുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട്, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് നാം ഓടി അകലുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ ചിന്തിക്കാത്ത രീതികളിൽ ഒരു പക്ഷേ ദൈവം നമ്മളെ വഴി നടത്തും. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മറന്നു കളഞ്ഞുവെന്നല്ല, പക്ഷെ നാം ഇതുവരെ കടന്നു പോകാത്ത പല മേഖലയിൽ കൂടിയും ഒരുപക്ഷെ നാം കടന്നു പോകേണ്ടി വരും. ഇത് തന്നെയാണ് നാം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുന്ന പ്രൊഡിഗൽ സൺ 15 ലൂക്കോസിൻ്റെ സുവിശേഷം 15 വാക്യത്തിൽ കാണുമ്പോൾ ഈ പ്രൊഡിഗൽ സണ്ണിൻ്റെ കാര്യം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കാര്യവും നമുക്കറിയാം. ഈ രണ്ട് പശ്ചാത്തലങ്ങളുമായിട്ട് ഇതിന് ഭയങ്കര പ്രാധാന്യമാണ് ഉള്ളത്. നോക്കുക, ദൈവത്തിലുള്ള അപ്പൻ്റെ ആശ്രയം വിട്ട് അപ്പൻ്റെ ഭവനത്തിൽ നിന്നും വസ്തുക്കളൊക്കെ മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് അവൻ യാത്രയാകുക. അപ്പൻ്റെ സാന്നിധ്യം വിട്ട്, അപ്പനോടുള്ള ആ ചേർന്നിരിക്കുന്ന മനോഭാവങ്ങളൊക്കെ വിട്ട് അവൻ മറ്റൊരു ദേശത്തിലേക്ക് പോകുക. മറ്റൊരു ദേശത്തിൽ ജീവിക്കുമ്പോൾ അവൻ വളരെ സുഖമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പൻ്റെ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ എനിക്കൊന്നും ലഭിക്കുകയില്ലായിരുന്നു, പക്ഷേ ഇന്ന് എൻ്റെ ജീവിതം എന്ത് സുഖം നിറഞ്ഞതാ. പക്ഷെ നാളുകൾ പലത് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. അവൻ്റെ വസ്തുവകളൊക്കെ അവൻ നാനാവിധമാക്കി. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ. പിന്നീട് നാം കാണുന്നത് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് കെഞ്ചുന്ന രീതിയിൽ, എനിക്കൊരു ജോലി തരണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് ആ അപേക്ഷിക്കുമ്പോൾ മറ്റാരും ഇതുവരെ കൊടുക്കാത്തൊരു ജോലി ഈ നഷ്ടപ്പെട്ടു പോയ മകന് കൊടുക്കുക. എന്താണ് അവിടെ കൊടുക്കുന്നത്? പന്നികളെ മേയ്ക്കുവാൻ, അല്ലെങ്കിൽ പന്നികളെ സംരക്ഷിക്കാനുള്ള ഒരു ജോലി കൊടുക്കുക. അപ്പൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മകനാണ്. പക്ഷേ അപ്പൻ്റെ സാന്നിധ്യം വിട്ട്, അല്ലെങ്കിൽ അപ്പനോടുള്ള ആ സ്നേഹബന്ധം വിട്ട് അവൻ ഓടി അകന്നപ്പോൾ സംഭവിച്ചത്, അവൻ ദൈവത്തെ മറന്നപ്പോൾ, ദൈവസാന്നിധ്യം വിട്ട് മാറുന്നപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് അപേക്ഷിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, എനിക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി തന്നേ പറ്റുകയുള്ളൂ. പക്ഷേ അവന് കൊടുത്ത ജോലി പന്നികളെ മേയ്ക്കുവാനുള്ള ജോലി. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ രൂത്ത് ഏറ്റവും പുറകിൽ പോയി നിൽക്കുക. പക്ഷേ ഇതിൻ്റെ നടുവിലും ദൈവത്തിൽ അവൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് അവളുടെ ചുവടുകളെ വച്ചപ്പോൾ അവളെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. അതാണ് നാം പിന്നീട് 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്. അവൾ ഭാഗ്യവശാലെത്തിയത് അവൾ ബോവസിൻ്റെ വയലിലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൾ ഭാഗ്യവശാൽ അവിടെ എത്തിയതല്ല, ദൈവത്തിനു വേണ്ടി അവൾ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം അവൾ പൂർണ്ണമായി ഉൾക്കൊണ്ടപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നറിയാമോ? അവൾ പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ദൈവം അവളെ കൊണ്ടുവന്നെത്തിച്ചു. ഒരുപക്ഷെ ദൈവസാന്നിധ്യം വിട്ട് നാം ഓടി അകലുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നാം മടങ്ങി വന്നു കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നമ്മളെ പല മേഖലകളിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കി, അവിടെ വായിക്കുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ എത്തി എന്നാണ് വായിക്കുന്നത്. പക്ഷേ അവളെ കൊണ്ടുവന്ന് എത്തിച്ചതല്ല, ദൈവം അവളെ ആ വയലിൽ കൊണ്ടുവന്നെത്തിച്ചു. ഇസ്രായേൽ ദേശത്ത് ധാരാളം, ആ യഹൂദ ദേശത്ത് ധാരാളം വയലുകളുണ്ട്. പക്ഷേ മറ്റുള്ള ഒരു വയലിന് പോകാതെ അവളുടെ ചാർച്ചക്കാരായ എലീമേലെക്കിൻ്റെ ചാർച്ചക്കാരനായ ബോവസിൻ്റെ ആ വയലിൽ അവളെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരു നാളും മറന്നു കളയത്തില്ല. ഇന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ പറയാനായിട്ട് പറ്റും, ദൈവ സാന്നിധ്യം വിട്ട് ഞാൻ ഓടി അകന്നപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത, ഇതുവരെ സ്വപ്നം കാണാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ എപ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്നു, അപ്പോൾ ഞാൻ പോലും അറിയാതെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നിട്ടുണ്ടെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളെ എത്രമാത്രം ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പോടെ ധൈര്യത്തോടെ പറയട്ടെ, ദൈവത്തോട് അടുത്തു വരുക, ദൈവം നിങ്ങളോടും അടുത്തു വരും. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യം വിട്ട്, ദൈവകൃപകൾ വിട്ട് നാം ഓടി അകന്നിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷെ നാം പോലും അറിയാതെ
പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ നാം ചിന്തിച്ചപ്പോഴും നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നോട്ടങ്ങൾ കൊണ്ട്, നമ്മുടെ കൊടുക്കൽ വാഹനങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ദൈവസാന്നിധ്യം വിട്ട് നാം ഓടി അകലുമ്പോഴും, എന്നാൽ അപ്പാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നാം പോലും ചിന്തിക്കാത്ത വഴികളിൽ ദൈവം നമ്മളെ നടത്തിയിട്ടില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഈ ദൈവസാന്നിധ്യം വിട്ടോടി അകന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിലുള്ള ആശ്രയം വിട്ടോടി അകന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ മടങ്ങി വരിക. ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളിൽ കൂടി മാത്രം ദൈവത്തിന് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ പോയിന്റ് അതായിരുന്നു, ഇറ്റ് ബിക്കം എ വർക്കിംഗ് ടൈം. മൂന്നാമതായിട്ട് വരുന്നത് ഇറ്റ് ബിക്കം എ വെയിറ്റിംഗ് ടൈം. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവൾ ഒരു വിശ്രാമത്തിനായിട്ട് ആഗ്രഹിക്കുക. നവമി പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കിനി ഒരു വിശ്രാമ സ്ഥലം വേണ്ടേ? അവൾ അങ്ങനെ ഒരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടി രൂത്തും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അതുമാത്രമല്ല, അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ വേണം. പക്ഷെ അവൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർക്കിംഗ് ടൈം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വർക്കിംഗ് ടൈമിൽ ദൈവം അവളോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-ാം അധ്യായത്തിൽ നാം അവിടെ വായിക്കുന്നുണ്ട്. അവൾ ഭാഗ്യവശാൽ അവൾ ബോവസിനുള്ള വയലിലെത്തിയെന്ന് പറയുമ്പോഴും, അവളൊരു വീണ്ടെടുപ്പുകാരന് വേണ്ടി അവൾ ആഗ്രഹിച്ചപ്പോൾ, അഥവാ അവൾ ഒരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചപ്പോൾ, ദൈവം അവളെ കൊണ്ടുവന്നെത്തിച്ചത് അവളെ ബോവസിൻ്റെ വയലിലായിരുന്നു. പക്ഷേ ബോവസ് എന്ന് പറയുന്ന ആ വയലിൻ്റെ ഉടമ ആ സ്ത്രീയെ കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ 8-ാം വാക്യത്തൊട്ട് പറയുന്നുണ്ട്, മകളെ, നീ പെറുക്കുവാൻ, ധാന്യം പെറുക്കുവാൻ നീ വേറെ വയലിൽ പോകണ്ട. അതുമാത്രമല്ല, എൻ്റെ ബാല്യക്കാരികളോട് നീ ചേർന്ന് കൊള്ളണം. എൻ്റെ ബാല്യക്കാരും ആരും നിന്നെ ഉപദ്രവിക്കത്തില്ല. അതുമാത്രമല്ല, നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും നിനക്ക് കോരി കുടിക്കാം. അതുമാത്രമല്ല, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്കും അവരോടൊപ്പം ചാറിൽ മുക്കി ഭക്ഷണം കഴിക്കാം. നോക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെ ദൈവം ഒരു നാളും മറക്കുകയില്ലെന്ന് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോക്കുക, ഈ സ്ത്രീക്ക് ദൈവവുമായി, സത്യദൈവവുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ലാതെ കടന്നൊരു സ്ത്രീയാണ്. പക്ഷെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചാൽ, ഈ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് പിൻപറ്റിയാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഈ സ്ത്രീ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, അവൾ പോലും സ്വപ്നം കാണാത്ത രീതിയിൽ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങൾ എത്ര വലുതാതെ മക്കളെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായ, ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ പശ്ചാത്തലങ്ങളെ ഓർത്ത് പലപ്പോഴും നാം കരയുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, ദൈവാശ്രയത്തിൽ നാം പൂർണ്ണമായിട്ട് അടുത്ത് വരുമ്പോൾ, ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അവളുടെ വർക്കിംഗ് ടൈമൊക്കെ ആദ്യം അവൾക്ക് പ്രയാസമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ അവൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തെങ്കിലും എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിലെ ദൈവമാണെങ്കിലും എനിക്ക് ലോകപരമായി ഒരു വീണ്ടെടുപ്പുകാരൻ ദൈവം എനിക്ക് ഇവിടെ തന്നല്ലോ എന്ന് ഓർത്ത് അവളുടെ ഉള്ളം ഇപ്പോൾ ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, വെയിറ്റിംഗ് ടൈം. അവളൊരു നല്ലൊരു വീണ്ടെടുപ്പുകാരൻ, ഈ ലോകത്തിലെ ഒരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടി, നല്ലൊരു വീണ്ടെടുപ്പുകാരന് വേണ്ടി അവളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നമുക്കറിയാം, 3-ാം അധ്യായത്തിൽ കാണുന്നൊരു കാര്യം, അവൾ ബോവസിൻ്റെ കാൽ കീഴിൽ കിടന്നുറങ്ങുന്ന ഒരു രൂത്തിനെ നമുക്ക് കാണാം. അമ്മായിമ്മ പറഞ്ഞതനുസരിച്ച് അവൾക്കൊരു വിശ്രാമ സ്ഥലം കിട്ടുവാൻ വേണ്ടി, അവൾക്ക് ലോകപരമായിട്ട് നല്ലൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടുവാൻ വേണ്ടി ഈ വയലിൽ ചെന്നിട്ട്, ബോവസിൻ്റെ വീട്ടിൽ ചെന്ന് ആ ബോവസിൻ്റെ കാൽ കീഴിൽ കിടന്നുറങ്ങുന്ന ഒരു രൂത്തിനെ നമുക്ക് കാണാം. എന്താ ഇവിടെ നിന്ന് നാം കാണുന്നത്? എനിക്കിനി മറ്റൊന്നും വേണ്ട, ഞാൻ ഒരു അന്യജാതിക്കാരിയാണ്. പക്ഷെ അന്യജാതിക്കാരിയായ എന്നോട്, മുൻപരിചയം ഒന്നുമില്ലാതിരുന്ന എന്നോട് അങ്ങേക്ക് ഫേവർ തോന്നിയത് വെറുതെയല്ല.
അത് ദൈവം അങ്ങയിൽ കൂടി ചെയ്യിച്ചതാണെന്ന് ഈ രൂത്തിന് ഭയങ്കര വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അമ്മായിമ്മ എനിക്കൊരു നല്ല വിശ്രാമ സ്ഥലം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ലോകപരമായിട്ട് എനിക്കും ഒരു വീണ്ടെടുപ്പുകാരൻ വേണം. പക്ഷേ അവൾ ആ ഉള്ളം കൊണ്ട് ആഗ്രഹിച്ചത് ആ ബോവസിനെ എൻ്റെ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ നല്ലൊരു വിശ്രാമ സങ്കേതമായിട്ട് എനിക്ക് ബോവസിനെ വേണമെന്ന് അവൾ ഉള്ളം കൊണ്ട് ആഗ്രഹിച്ചു. പക്ഷേ ലോകപരമായിട്ട് ആരോട് ഈ വിഷയം ഷെയർ ചെയ്താലും അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ആഗ്രഹം നല്ലതാ, പക്ഷെ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം നീ ഒരു വിജാതീയ സ്ത്രീയാ, നീ അന്യവിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു സ്ത്രീയാ, നീ ഒരു മോവാബിയ സ്ത്രീയാ, അവനൊരു യഹൂദന, ഒരിക്കലും ഇത് നടക്കുകയില്ല. പക്ഷെ ദൈവത്തിന് ഒരു വ്യക്തിയെ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ വിഷയമല്ല. എന്ത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ദൈവത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എന്ത് പ്രതികൂലമായ അവസ്ഥകളോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം സമർപ്പിക്കപ്പെടുന്ന, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നൊരു മനസ്സെവിടെയുണ്ടോ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് അവളുടെ വീണ്ടെടുപ്പുകാരന് വേണ്ടി, വിശ്രാമ സങ്കേതത്തിന് വേണ്ടി അവൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുക. ഒത്തിരി നാൾ ഒരു പക്ഷേ വെയിറ്റ് ചെയ്യുക കാണും. അവൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അവൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ലൊരു വിശ്രാമ സ്ഥലം വേണം, എനിക്ക് നല്ലൊരു വീണ്ടെടുപ്പുകാരൻ വേണം, എനിക്ക് ബോവസിനെ വേണം, എനിക്ക് ആ വീണ്ടെടുപ്പുകാരനെ വേണമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ അവൾ ഉള്ളം കൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കാണും. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇത് തന്നെയല്ലേ ആ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിച്ചത്? ആ മകനും ഇപ്പോൾ പന്നിക്ക് കൊടുക്കുന്ന വാളവര കൊണ്ടെങ്കിലും ജീവിതം നയിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് അവന് സുബോധം വരികയാണ്. പക്ഷേ ഈ സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ അവൻ ഓർക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര ജോലിക്കാരുണ്ട്, അവരെല്ലാം ഭയങ്കര സുഭിക്ഷമായിട്ടല്ലേ ജീവിക്കുന്നത്. പക്ഷേ അവൻ ഒരു തീരുമാനമെടുക്കുക, എനിക്ക് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോകണം, എനിക്കെൻ്റെ അപ്പനെ വേണം. ആ നല്ല സങ്കേതമായി ഞാൻ ആശ്രയിച്ചിരുന്ന, എന്നെ ഇത്രയും കാലം വഴി നടത്തിയ എനിക്കൊരു നല്ലൊരു അപ്പനുണ്ട്, ആ അപ്പനെ എനിക്ക് വേണമെന്നും പറഞ്ഞ് ഈ മകനും യാത്രയാകുക തൻ്റെ സ്വന്തം ദേശത്തിലേക്ക്. പക്ഷെ ഒരു പക്ഷേ അനേകം നാളുകൾ വെയിറ്റ് ചെയ്ത് കാണും. പക്ഷെ ദൈവം അവനെ മറന്നില്ല. ഇതുതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. രൂത്തിൻ്റെ ആഗ്രഹത്തെ പോലെ തന്നെ അവളുടെ വെയിറ്റിംഗ് ടൈമിനെ ദൈവം ഇനി മറുപടി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇറ്റ്സ് ബിക്കം എ വീപ്പിംഗ് ടൈം, കരച്ചിലുകൾ മാത്രമുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഇറ്റ് ബിക്കം എ വർക്കിംഗ് ടൈം, അവൾ ഇതുവരെ ചെയ്യാത്ത, നവോമി ഇതുവരെ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇങ്ങനൊരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടില്ല. ഇറ്റ് ബിക്കം എ വർക്കിംഗ് ടൈം. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഇറ്റ് ബിക്കം എ വെയിറ്റിംഗ് ടൈം, നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ദൈവത്തിലുള്ള ഒരാശ്രയം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ അവർ ആ ദേശത്ത് ക്ഷാമമുണ്ടായിട്ടും പാർത്തെങ്കിൽ ഇങ്ങനൊരവസ്ഥ കടന്നു വരികയില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതായിരുന്നു. പക്ഷെ 4-മതായിട്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൽ ഇത്രമാത്രം അവർ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇറ്റ് ബിക്കേം എ വെഡ്ഡിങ് ടൈം. ഇറ്റ് ബിക്കേം എ വെഡ്ഡിങ് ടൈം. അവൾ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് നല്ലൊരു വിശ്രാമ സ്ഥലം വേണം, എനിക്ക് നല്ലൊരു സങ്കേതം വേണം, എനിക്ക് ലോകപരമായിട്ട് എനിക്ക് നല്ലൊരു വീണ്ടെടുപ്പുകാരൻ വേണം. പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നാം അവിടെ വായിക്കുന്ന വാക്യങ്ങളുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നു, അപ്പോൾ ബോസ് മൂപ്പന്മാരോട് സകല ജനത്തോടും പറഞ്ഞത്, എലീമനെക്കിനുള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികൾ. അടുത്ത വാക്യം 4-ാമത്തെ വാക്യം, അത്രയുമല്ല, മരിച്ചവൻ്റെ പേര് അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവൻ്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേര് അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിനും മഹ്ലോൻ്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെ എനിക്കും ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. നോക്കി, അവൾ വെയിറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണോ ദൈവം അവൾക്കൊരു മറുപടി കൊടുക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ അവരിതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങൾ വന്നു. പക്ഷെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു ജാതീയ സ്ത്രീ, അവൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ അമ്മായിമ്മ പറഞ്ഞു വെച്ച അറിവിലായിരിക്കാം ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ ആ വാക്കിനെ പിൻപറ്റി അവളുടെ ചുവടുകളെ മുമ്പോട്ട് വെച്ചു. ഓരോ ദിവസവും ആ ദൈവം, ആ യഹോവ എനിക്ക് വേണ്ടിയും കൂടെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അവൾ ഉള്ളം കൊണ്ട് ആഗ്രഹിച്ച് അവളുടെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ
അവൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം അവൾക്ക് വേണ്ടി വഴികളെ തുറക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിൻ്റെ വേളകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം, ദൈവത്തിലുള്ള സാന്നിധ്യം വിട്ടകലാതെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെയും കരുതുവാൻ ദൈവം വിശ്വസന. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സാന്നിധ്യത്തിൽ നിന്ന്, ഈ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മടങ്ങി വരിക. ദൈവം നിങ്ങളെ കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാ. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് മടങ്ങി വരാം. 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും 11-ാം വാക്യം, അതിൻ്റെ പട്ടണവാക്കിലിരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുമലുവല്ലോ ഇസ്രായേൽ ഗ്രഹം പണിത്. നോക്കുക, ഇസ്രായേൽ ഗ്രഹം പണിത് റാഹേലിനെ പോലെയും ലേയെ പോലെയും. ജനമല്ല ഇപ്പോൾ ഒന്നിച്ചു പറയുക, അവൾ ഇപ്പോൾ ഒരു ജാതീയ സ്ത്രീയല്ല. ഇസ്രായേലിലെ സ്ത്രീകളായ റാഹേലിനെ പോലെ, ലേയെ പോലെയും രൂത്തിനെയും കൂടി ആക്കട്ടെ എന്ന് ജനമെല്ലാം ഒന്നിച്ചു പറയുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയത്തില്ല. നേരത്തെ നമ്മൾ കണ്ട ഒരു വാക്യം ഇപ്രകാരമാണ്. രണ്ടാമത്തെ നാം കണ്ടു, അവർ വന്നപ്പോൾ ദേശമെല്ലാം ഇളകിയെന്ന് വായിച്ചെങ്കിൽ ഇന്ന് ദേശമെല്ലാം ഒരുമിച്ച് പറയുക, ഇവൾ ദൈവത്തിന് പ്രിയപ്പെട്ടവളാ, ഇവൾക്ക് യഹോവയ്ക്ക് വേണ്ടിവളാന്ന് പറഞ്ഞിട്ട് ഈ രൂത്തിനെ ജനമെല്ലാം ചേർത്തണക്കിയ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവിടെ കൊണ്ട് കഴിയുന്നില്ല. അതിൻ്റെ 17-ാമത്തെ വാക്യം, അവളുടെ അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേര് വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശ്ശായിയുടെ അപ്പൻ ഇവൻ തന്നെ. നോക്കുക, ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര വലുതാണ് മക്കളെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചുള്ള ചിന്തകൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നാം എനിക്ക് ദൈവം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നാം തന്നെ ഒന്ന് ചിന്തിച്ചേ, പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കാത്തതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ വരുന്നത് പലപ്പോഴും അതിൻ്റെ ഉത്തരവാദികൾ ദൈവമല്ല, നാം തന്നെയാണ് പലപ്പോഴും. പക്ഷേ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ഞാൻ പലപ്പോഴും ഓടി അകന്നിട്ടുണ്ട്. എന്നാൽ ആ സാന്നിധ്യം വിട്ട് ഞാൻ ഓടി അകന്നപ്പോൾ മറ്റു പലതും നല്ലതാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം ഈ ദൈവസാന്നിധ്യം വിട്ട് ഏതിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചതെന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് ഞാനൊന്ന് പറയട്ടെ, ദൈവം നമ്മളെ നടത്തുന്ന പദ്ധതികൾ, ദൈവം നമ്മളെ വഴി നടത്തുന്ന പദ്ധതികൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് പറയാം, ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ, ഈ ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ഞാൻ ഓടിയിട്ടുണ്ടോ? അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ എവിടെല്ലാമാണ് നമുക്ക് വീഴ്ച പറ്റിയെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് പറയാം, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ഞാൻ ഓടിയിട്ടുണ്ടപ്പാ, എന്നോടൊന്ന് ക്ഷമിക്കണമെന്ന് നമുക്ക് പറയുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നോക്കുക, ഒന്നാമത് അവരുടെ കരച്ചിലിൻ്റെ സമയങ്ങൾ ഇപ്പോൾ മാറി, അവളുടെ വർക്കിംഗ് ടൈം ഇപ്പോൾ മാറി, അവളുടെ വെയിറ്റിംഗ് ടൈം ഇപ്പോൾ മാറി. ഇപ്പോൾ ആ വയലിൻ്റെ ഉടമസ്ഥനായ ബോവസിൻ്റെ ഭാര്യ എന്നറിയപ്പെടുന്ന ലേബലിൽ ദൈവം അവരെ മാറ്റുക. അർത്ഥം, ഇനിയും കണ്ണുനീരില്ല, ഇനിയും വർക്കിംഗ് ടൈം അവിടെയില്ല, ഇനി വെയിറ്റിംഗ് ടൈം അവിടെയില്ല. അത്രമാത്രം ദൈവം അവളെ മാനിച്ചു. ഒരു വിജാതീയ സ്ത്രീയായ ആ ഒരു രൂത്തിന് വേണ്ടി ദൈവത്തിന് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം നമ്മളെയും കരുതാതിരിക്കുമോ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായി പറയുകയാണ്, ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്കൊരു നിമിഷം ഒന്ന് പറയാം, അപ്പാ അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഞാൻ പലപ്പോഴും ഓടി അകന്നിട്ടുണ്ട്, അങ്ങേക്ക് ഹിതകരമല്ലാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി മനഃപൂർവ്വമായിട്ട് എന്നോടൊന്ന് ക്ഷമിക്കണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാനൊന്ന് മടങ്ങി വരുന്നു. അങ്ങയുടെ മകനായി, അങ്ങയുടെ മകളായി എനിക്ക് മാറണം, അങ്ങയുടെ ഹിതം ചെയ്യുന്ന ഒരു പൈതലായി എനിക്ക് മാറണമേ എന്ന് നമ്മൾ എത്ര പേര് പറയും? ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊഡിഗൽ സണ്ണിൻ്റെ, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ആ മകൻ, അവൻ സുബോധം വന്നിട്ട് അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ നേരെ അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്,
15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് പേർ വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അപ്പൻ അവൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുന്നൊരപ്പനെയല്ലേ നമ്മളവിടെ കാണുന്നത്. അതിനുശേഷമായിട്ട് മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ തൻ്റെ ദാസന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. വേഗം മേൽത്തരമായ മേലങ്കി കൊണ്ട് അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. രണ്ടാമത്, അവൻ്റെ കൈക്ക് മോതിരമണിയിക്കുക. 3, അവൻ്റെ കാലിന് ചെരുപ്പിടുക. 4, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ, നാം ഒന്നിച്ച് തിന്ന് ആനന്ദിക്കുക. അടുത്ത വാക്യം, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു എന്ന് പറഞ്ഞു. നോക്കുക, അപ്പൻ്റെ സാന്നിധ്യം വിട്ട്, അപ്പനോട് ചേർന്നിരിക്കുന്ന മനോഭാവം വിട്ട് അവൻ ഓടി അകന്ന് എല്ലാം നഷ്ടപ്പെട്ടവനായി. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് ജോലിക്ക് വേണ്ടി അവൻ കെഞ്ചി അപേക്ഷിച്ചപ്പോഴും, പന്നിക്ക് കൊടുക്കുന്ന വാളവരെ തിന്നെങ്കിലും ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അതുപോലും കിട്ടാതിരുന്നപ്പോൾ അവന് സുബോധം വന്നപ്പോൾ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ കൂലിക്കാർ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്. അവൻ പറയുന്നൊരു വാക്യപ്രകാരം, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതുപോലെ നമുക്കൊന്ന് പറയാം, അപ്പാ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയി പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യതല്ല. പക്ഷേ ആ സമയത്തും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. നമ്മളെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവൻ നമ്മളെ ആലിംഗനം ചെയ്യും. അർത്ഥം, അവൻ നമ്മളെ മാർവോട് ചേർക്കും. നല്ല മേൽത്തരമായ അങ്കി അവൻ നമ്മളെ അണിയിപ്പിക്കും. കാലിന് ചെരുപ്പണിയിപ്പിക്കും. നല്ല മോതിരം അവൻ നമ്മളെ അണിയിപ്പിക്കും. തടിച്ച കാളക്കുട്ടിയെ അർത്തിട്ട് അതിനെ തിന്നാനന്ദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ അപ്പന്, ലോകപരമായിട്ടുള്ളൊരു അപ്പൻ അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ മടങ്ങി വരുന്ന ഏതൊരു മകനെയും മകളെയും ദൈവം മാനിക്കാതിരിക്കത്തില്ല. അവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം നമുക്കൊന്ന് അടയ്ക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷേ ഏത് മേഖലയിലാണെങ്കിലും ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവേ, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, അങ്ങയുടെ മകളെന്ന് വിളിക്കപ്പെടുവാൻ ഒരുപക്ഷെ ഞാനിപ്പോൾ ഒരു യോഗ്യതയില്ലപ്പാ. അങ്ങയുടെ സന്നിധി ഞാൻ പാപം ചെയ്തിരിക്കാം. എന്നാൽ ആ സാന്നിധ്യം വിട്ട് ഞാൻ ഓടി അകന്നിട്ടുണ്ട്. ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ യു ഫാദർ. ഹൗ മെനി ഓഫ് യു ക്യാൻ സേ ദാറ്റ്? നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും? ദൈവത്തിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു. അങ്ങനെക്ക് വേണ്ടി ഒന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഞാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല പിതാവും അനുഗ്രഹീതമായി നല്ല നിമിഷങ്ങൾക്കായി കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ പ്രതിഫലത്തെ തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവങ്ങൾക്കായി നന്ദി. പ്രാർത്ഥന കേട്ടതിനെ നന്ദിയപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ, ആമേൻ, ആമേൻ. നാം 1-2 വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ഫത്തേഗൻ സഭാംഗവും പ്രാർത്ഥനാധ്വനി മീഡിയ കോർഡിനേറ്ററുമായ ബ്രദർ സാബു ജോസഫിൻ്റെ പിതാവ് പാസ്റ്റർ കെ ജോസ് നെഞ്ചുവേദന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ന്യൂമോണിയ ആയിട്ട് ഭാരപ്പെടുന്നു. പ്രിയ ദേവദാസൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദയവായിട്ട് നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? പ്രിയ ദേവദാസിന് വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്റർ JA ജോസ് ദേവദാസിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ നെഞ്ചുവേദനയാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ അത്ഭുതത്തിൻ്റെ കരങ്ങളെ അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവകൃപകൾക്കായി ഞങ്ങളെങ്കിൽ നന്ദി പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം അങ്ങയുടെ ദാസനോട് കൂടെയിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളുടെ ദൈവമക്കളായ കർത്താവ് ഞങ്ങളെല്ലാം ഒരു നിമിഷം കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിപൂർണമായിട്ടുള്ള വിടുതൽ അങ്ങ് കൊടുത്ത് അങ്ങ് മാനിക്കുന്നതിനാണ് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ലപ്പാ. ഹാലലു യഹോവ റാഫ, സൗഖ്യദായകൻ. ഞങ്ങൾ വിശ്വസിക്കുന്നു സൗഖ്യമാക്കുന്ന ദൈവകര ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ദാസന് മേൽ അയച്ച് സൗഖ്യമാക്കിയിരിക്കുന്നതിന് ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടത് നന്ദിയപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തായിട്ട് നാം ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യ ബ്രദർ ലിനോജ് BP കൂടി തലയിലെ ഞരമ്പ് പൊട്ടി ബ്ലഡ് ക്ലോട്ടായി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിൽ ഇപ്പോൾ അഡ്മിറ്റാണ്. പ്രിയ സഹോദരൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രിയ ലിനോജ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ അങ്ങ് അറിയുന്ന കർത്താവെ, ലോകപരമായിട്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ
കർത്താവെ, അസാധ്യമെന്ന് ഞങ്ങളെല്ലാവരും പറയുമ്പോഴും എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അങ്ങയുടെ മകൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു ഹോസ്പിറ്റലിന്മേൽ കർത്താവെ, ദൈവത്തിൻ്റെ കൃപ, കർത്താവെ, സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ചെന്ന് സൗഖ്യമാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, വിടുതലങ്ങായിക്കും അങ്ങ് സൗഖ്യമാക്കിയിരിക്കാൻ ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനെ നന്ദി അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെയും. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം നിങ്ങളോടൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനയും, പ്രത്യേകിച്ച് ഇതിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയോട് നന്ദി ഈ തലത്തിൽ അറിയിക്കുന്നു. മറ്റുള്ള എല്ലാ ഒഫീഷ്യൽസ്, മറ്റുള്ള എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.